guys, welcome back to V-Talks. Guys, we got the challenge cheap versus expensive versus no food challenge. ആഘോഷം കണ്ട അവിടുത്തെ റൂൾസ് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇതിനകത്ത് സാധനം എടുക്കുക, ഏതാണ് കിട്ടുന്നത് സാധനം തിന്നുക. ഒരാൾക്ക് അടിപൊളി സാധനം കിട്ടും, ഒരാൾക്ക് ഒരു പൊട്ട സാധനം കിട്ടും, ഒരാൾക്ക് ഒന്നും കിട്ടില്ല. ഇതാണ് ഗെയിം. യെസ് ഐ നോ, വി നോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണിത്. വീണ്ടും മുറുക്കി പുറത്തിറങ്ങാത്തവനാ. വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ലൈക്ക് എത്തിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പോൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് 1 മില്യൺ ആക്കുക ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റം വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഡയറി മിൽക്ക്. ഇതിന്റെ പേരിട്ടെ ഡയറി മിൽക്ക്. ആരുടെ കമ്പനി ആയിരിക്കും? കാഡ്ബറി. ഇയാൾ എന്തിനാ തിങ്ക് ചെയ്യുന്നത്? കാഡ്ബറി ആയിരിക്കും. അല്ല പിന്നെ ഇയാളുടെ വീട്ടിൽ നിന്ന് വന്നിട്ടോ ഡയറി ഫാമില്ലേ, കാറ്റിൽസിനെ വെച്ചിട്ടുള്ള. അപ്പൊ പശു കിട്ടുന്ന പറയാ ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശു, ഷീപ്പ് അങ്ങനെ എല്ലാം പെടുന്നതാണ് ഡയറി ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വർഗ്ഗം അല്ല എന്തൊക്കെയാ പശു, ഷീപ്പ്, പിന്നെ എന്തൊക്കെയാണ്? പശു, ഷീപ്പ്, ഈ പാല് തരുന്ന മൃഗങ്ങളെയാണ് ഡയറി. എല്ലാം വരും. ബ്രോയിന് ഡയറി. ബ്രോയിന് ഡയറി കൂട്ടല്ലേ? ഞാൻ സ്വന്തമായിട്ട് ഡയറി പിന്നെ ഞാൻ തുറക്കണേ. ഫുഡ് എന്നല്ലേ? താങ്ക് യു. നോ ഫുഡ്. ബ്രോ തുറന്നേ. ഇയാൾക്ക് എങ്ങനെയാ, ഇയാൾക്ക് എന്തൊരു ഭാഗ്യമാണ്. എന്നാ നീ തുറക്കണ്ടേ, നീ സാധനം തിന്നെ. ചിലപ്പോ എക്സ്പെൻസീവ് ആണ്. ഇയാളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞു. ഇയാളോട് ഞാൻ പറഞ്ഞു. ഇല്ല ഞാൻ പറഞ്ഞ ഇത് ഇയാൾ എപ്പോഴും ഉള്ള സംഭവമാണ്. ഇതിനൊക്കെ അപ്പൊ ഫൗള് കൊടുത്തു വിടണം. അതാണ് ഞാൻ ഇവിടെ എന്തിട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഈ മടക്കി തന്നെ ഉണ്ടോ? മടക്ക് നൈസായിട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ആൾക്കാർ അടുത്ത ഇതിൽ നിന്ന് പറ്റിച്ച് കുഷ്ടം മനസ്സിലാവോ? ഡയറി മിൽക്ക് പോയിട്ട് ഇതിൽ അവിൽ മിൽക്ക് പോലും തരൂല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഫൗള് കാണിച്ച ഇവിടെ വരുന്നേ. കാണിച്ചിട്ടില്ല. നമ്മുടെ എനിക്ക് വേണ്ടെങ്കിലോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങളെ സംശയിച്ചു, നിങ്ങളെ സംശയത്തിന്റെ പറയട്ടെ, ഇങ്ങനെ തരാണെങ്കിൽ എല്ലാ റൗണ്ടും നമ്മൾ സംശയിക്കും. അപ്പൊ എല്ലാ ഫുഡും തന്നെ ഞാൻ ഇതോട്ട് ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ അവിടെ വെക്കും, എന്നിട്ട് വേറെ ആളിലേക്ക് നോക്കിയാൽ അത്ര ഉള്ളു. ശരി, അതെടുത്തോ. ഞാൻ എടുക്കില്ല. വേണ്ട, ആരും കഴിക്കല്ല. അല്ല ഗൈസ്, അപ്പൊ എന്തായാലും ഇല്ല, ഈ റൗണ്ടില് വലിയ ആർക്കും ഇല്ല. ബ്രോ അയച്ചോ. അത് കുഴപ്പമില്ല. ബ്രോയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുക്കാന്ന്. ബ്രോയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊള്ളുന്നുള്ളു. പാപം മനുഷ്യനാ. ഇത്ര ഈ ബോഡിയെ കൊണ്ടെന്നേ ഉള്ളു. പാപം ഇനി ബ്രോ കഴിക്കും. ഞാൻ കഴിക്കും. ബ്രോ ഞാൻ പൊട്ടിച്ചേരാം. നിങ്ങൾ എന്നെ സംശയത്തിന് ഇല്ല ബ്രോ അങ്ങനെയല്ല. ബ്രോ കഴിച്ചു എനിക്ക് വിഷമാവും ബ്രോ. എക്സ്ചേഞ്ച് വേണം. ഇല്ല എനിക്ക് വേണ്ട ബ്രോ. ഞാൻ ഒരു കാര്യം പറ്റേ, പുള്ളി അത്ര വേണ്ട സാധനം. ഇല്ല ബ്രോ, ഇഷ്ടമല്ല ആ സാധനം. എനിക്ക് വളരെ ഇഷ്ടം. ഫുഡ് ആയിട്ട് തരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എനിക്ക് വേണ്ട. അന്നെന്താ സംശയിച്ചത്? ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത റൗണ്ടിൽ എല്ലാം നമ്മൾ സംശയിക്കും. അപ്പൊ എല്ലാ ഫുഡ് മാറ്റണം. അല്ല, ഞാൻ തൊട്ടില്ലെന്ന് പറഞ്ഞില്ല. ഇത് കൊമ്പനാണ് പറഞ്ഞത്. എൻ ജീവനായൊരു ബ്രോ അല്ലേ, എന്നെ നീ അറിയാതെ പോയതല്ലേ. മനസ്സില്ല മനസ്സോടെയാണോ? ബ്രോ പൊട്ടിച്ച് കഴിക്ക്, ഫുള്ള് കഴിക്കണം. അതാണ് ഇതിനകത്ത് ചലഞ്ച്. ഫുള്ള് കഴിക്കണം. ഞാനതില്ല, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ പൊട്ടിച്ച് തിന്നുന്നവരെ ചോദിച്ചിട്ട് ജീവനായ ഏട്ടനല്ലേ ഉളുപ്പില്ലാതെ ഉടനെ പൊട്ടിച്ചങ്ങ് കയറ്റുവാ. എടോ വാക്കിന് അന്തസ് വേണോടോ. ഏട്ടനാണ്. വാക്കിന് വില വേണം. എന്റെ ദൈവമേ, ഇവിടെ കിടന്ന് പട്ടിച്ചോയായിരുന്നു. ഞാൻ കഴിക്കുന്നില്ല. എന്റെ ഈഗോ, തന്റെ ഈഗോ വേണം. ഞാൻ കൊണ്ട് മടക്കി അണ്ണാക്കി കൊണ്ട് വെച്ചോ. നന്നായിട്ട് തല്ലേ, ഞാൻ തല്ലില്ലെങ്കിൽ. സോറി. അത് മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രോ ഭയങ്കര ഷുഗർ കുടിക്കും.
എന്റെ പൊന്നു ബ്രോ, കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റിൽ എന്തൊക്കെയായിരുന്നു? പ്രഷർ കൂടുതൽ, കൊളസ്ട്രോൾ കൂടുതൽ, ഷുഗർ കൂടുതൽ, പുതിയ രോഗം കൂടെ കണ്ടുപിടിച്ചെന്ന് കൂടി ആശുപത്രി കിടന്ന ടീമാ. ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഫുഡ് കഴിക്കണമെന്ന്. ഇനി താനിത് കഴിച്ചു വെച്ച് വയറിന്റെ വലിപ്പം കൊണ്ട് ഇതങ്ങോട്ട് നീ അവിടം വരെ എത്തും. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ. എന്നിട്ട് നിർത്തണം. എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ടില് ഇവിടെ നമ്മുടെ കപ്പവറയുണ്ട്. ഇത് മൈ ഫേവറേറ്റ്. ഇങ്ങനെ ഇന്നും വാങ്ങിക്കാറുള്ള സാധനം. ടാപ്പിയൊക്കെ നമ്മൾ ഇന്നെല്ലാം കാണാൻ തുടങ്ങിയത്. ഇത് കൊള്ളുവാർ തന്നെയാ. കൊള്ളൂർ തന്നെയാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആണ്. ഇത് നമ്മുടെ ലോക്കൽ സാധനം. പ്രൊമോഷൻ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ തുറന്നു കൂടി ഒന്നും തന്നു. ബ്രോയ്ക്ക് ഞാൻ തുറന്നില്ല. നോ ഫുഡ്. ബ്രോയുടെ എക്സ്പെൻസീവ് സാധനം കിട്ടിയില്ലേ? ചീപ്പ് നമുക്ക് ഇതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഇതൊക്കെ എനിക്ക് ഇപ്പഴേ എക്സ്പെൻസീവ് ആക്കുന്നേ. ഇങ്ങനെയല്ലല്ലോ. എക്സ്പെൻസീവ് ആവുമ്പോ ഞാൻ ഇത് തിന്നണോ എക്സ്പെൻസീവ് ആയിട്ട്? അല്ലടാ, ഇത് നീ വേറെ ഗിഫ്റ്റ് ചെയ്യണം. അന്നൊന്ന് ഗിഫ്റ്റ് ചെയ്ത് നോക്കിയേ. ഗിഫ്റ്റ് ചെയ്ത സീനാവോ? ഇല്ല, സീനാണ്. എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അരുമ സുഹൃത്തായ ജക്കർക്ക് മൈൻഡ് ഗിഫ്റ്റ് ചെയ്യാം. എന്നാ ഗിഫ്റ്റ് ചെയ്തേ. എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ടോ? ഞാൻ കഴിച്ചോ. ഞാൻ പട്ടി വട്ടത്തി പോസ്കേ. അത് കഴിക്കുന്നത് നിന്റെ മേടിച്ചാലേ. നീ വായിൽ വെച്ച് കൊടുക്കുന്നത് ഫൗളല്ലേ? അതെന്റെ കഴിവ്. അപ്പൊ എനിക്ക് അപ്രീസിയേറ്റ്. അതിൽ കുറച്ച് പെപ്പർ കൂടി ഇട്ടുണ്ടോ ടേസ്റ്റ്? ഞാൻ കണ്ടറിയാം. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ എൻഡ് ആവുകയാണ്. ഞാൻ മടുത്തു കേട്ടോ, ഞാൻ അടുത്തോണ്ട് നിർത്തിയാണ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഫുഡ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊറോട്ടയും ഇതെന്താ ഡാനിഷ് പേസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ഒന്ന് കൈ പൊക്കിയ വരെ പൊക്കിയാലുണ്ടല്ലോ കണ്ണെന്ന് ചിമ്മ സെക്കൻഡ് നിങ്ങൾ രണ്ടും എടുത്ത് വായിക്കും കിട്ടളെ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇത് കുലിക്കിടാൻ പോകണ്ട. ഇതിനകത്ത് വേണ്ട. കണ്ണടേ എടുത്തോ. കൈ നിലത്ത്. തുറക്കാവോ? കളിച്ച് നേടി തിന്നു ബ്രോ. കഴിച്ചോ. തുറക്കണ്ട, കഴിച്ചോ. ഡാനിഷ് പേസ്ട്രി. എടോ, ഇയാൾക്ക് ഉള്ള മധുരെല്ലാം കുത്തി കയറ്റിട്ട് ഒരു കുഴപ്പമില്ല. അടിപൊളി. ഡെലീഷ്യസ്. വെരി വെരി. സാധാ സ്വീറ്റ് പൊറോട്ട വെറും ഉണക്ക പോലത്തെ. ഇതെന്താ പൊളിഞ്ഞു വരാത്ത? ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് വെച്ച ഒരാളെ എറിഞ്ഞിടല്ല പുട്ടുപോയത് എന്ന് പറഞ്ഞപ്പോ ഇത് ഏതോ പെട്ടിക്കണെന്നാ പിടിച്ചേ. ഞാൻ പഴയ ഹോസ്റ്റലിൽ ഇഡ്ഡലിന്ന് എനിക്ക് ഓർമ്മ. അപ്പൊ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. കണ്ണാടി വെച്ചില്ലേ? കേക്കാണ് ബ്രോ. ഇതെന്താ ഐറ്റം? അത് ലോട്ടസ് ബിസ്കോഫിന്റെ ചീസ് കേക്ക്. ചീസ് കേക്കാ? പേസ്റ്റ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ആണെന്നാണ് ക്രൂ പറയുന്നത്. ബ്രോയ്ക്കിനകത്ത് ഏതാ വേണ്ടേ? എനിക്ക് ബ്രോ ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഊക്കത്തുള്ളു. സത്യം. പോടാ, എനിക്കിതിന് ഇഷ്ടല്ല, എനിക്ക് വെറുപ്പാ. ഇത് നോ ഫുഡാ. പുറത്തുനിന്ന് വായിക്കാൻ പറ്റും. ഇതിന്റെ ബ്രോഡ് ഞാൻ പറഞ്ഞേ അത് മടക്കല്ലേ. ഇയാൾക്ക് നേരെ ചുമ തുറക്കറിയത്തില്ലേ? അടുത്ത റൗണ്ട് ഫുഡില്ല കേട്ടോ. അടുത്ത റൗണ്ട് നോ ഫുഡ്. ഇതുണ്ട് ഇവിടെ. ഇത് ഇപ്പോഴും നോ ഫുഡ് ആണെന്ന് നൈസായിട്ട് ഈ സൈഡ് മറക്കി ചെയ്തേ. ഇതിട്ട് തുറന്നേ. അല്ല ഞാൻ തുറന്നു. ഞാൻ എന്തോ എക്സ്പെൻസീവ് ഇതിനകത്ത് എക്സ്പെൻസീവ്. പിന്നെ അവിടെ കല്ലും കഷ്ടം എനിക്ക് കിട്ടിട്ടോ. ക്രൂവിന് വട്ടാണ്. ക്രൂ അല്ലല്ലോ. ബൗളിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. മറ്റേ ബൗളായിരുന്നു അല്ല കേട്ടാ. ഈ ബൗൾ വന്നതിന് ശേഷം ചീസിനായിരുന്നു ലോട്ടസ് ബിസ്കോഫ്. ബിസ്ക്കറ്റ് പൊട്ടിച്ചു കഴിക്കും. കഴിച്ചങ്ങനെ കഴിച്ചു. ഇതിപ്പോ ആ ബൗള് പൊട്ടിക്കുന്നീ. അതല്ല കഴിക്കണ്ടേ, ഇതാ കഴിക്കണ്ടേ. അതിന്
ഭയങ്കര ടേസ്റ്റ് എന്നത് കഴിക്കാൻ ഇച്ചിരി ഇത് ജക്ടമേലേക്ക് കൊടുക്കും, നോക്കി കൊതി വിടണം. അതൊക്കെ കൊതി വിടേണ്ടി പിന്നെ നിങ്ങൾക്ക് നാളെ ബാത്റൂമിൽ ഇറങ്ങേണ്ടി വരണം. കഴിക്കുക അത് പൊട്ടിച്ചിട്ടുണ്ടോ, അല്ലാതെ കഴിക്കുക, അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒക്കെയാണല്ലോ കഴിച്ചോ. അടുത്തതിനകത്ത് എനിക്ക് നോ ഫുഡാന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഇനി വല്ല എക്സ്പെൻസീവ് കിട്ടില്ല ഇവിടെ നിന്ന്. അത്രക്ക് ഇഷ്ടമായ അടിപൊളി സാധനം. ഇത് എന്തൊരു അട്ടർ ഫ്ലോപ്പ് സാധനം ഇവിടെ ഇത്. പിന്നെ 5 രൂപയുടെ കല്ല് ടേസ്റ്റ് ആവുമല്ലോ. ഇയാൾക്ക് ചെവി ഇത് ഭയങ്കര അട്ടർ ഫ്ലോപ്പ് സാധനം കേട്ടാ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മറ്റേ എന്താ ഡേറ്റ് ആയിരുന്നു? എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാണോ? ആരും ടെസ്റ്റ് ചെയ്തേ? ഇങ്ങനെയൊക്കെ ഇരുന്ന് ആസ്വദിച്ച ഫുഡ് റിവ്യൂ ചെയ്യാൻ പോയിക്കൂടെ? എന്താ എക്സ്പ്രഷൻ? ഞാനൊക്കെ റൂം കഴിഞ്ഞ ആഴ്ച പോയി കഴിച്ചല്ലേ. അപ്പൊ മനസ്സിലായി കൊളാവാണ്. എത്ര കളി നമ്മള് പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ക്രൂവിന്റെ കൂടി എന്ത് വേർക്കുന്നുണ്ടല്ലോ. ഞാനുണ്ടോ അവൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഇങ്ങനെ ക്രൂ എന്തിനാ എടുത്ത് പറയുന്നേ? അത് ക്രൂ എന്ന് പറയുമ്പോ എന്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഇനി ഇവിടെ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഇതുപോലെ ചലഞ്ചിന് നല്ല ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്നും ചലഞ്ചിന് ഫുഡ് എക്സ്പ്ലോർ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകും. ഓക്കെ അല്ലേ? അല്ല തന്നെ കൊണ്ട് ഞങ്ങളും കൊള്ളാം. ഞങ്ങൾക്ക് എന്ത് ഉള്ള കുഞ്ഞുങ്ങളാകള്. അതെ ആണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ആണെന്നാണ് ക്രൂ പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് ഗോ. മസാല ദോശയും ഒരു നോർമൽ ദോശയും. ഞാൻ എടുക്കില്ല കേട്ടോ ആദ്യം. ഇല്ല ബ്രോ എടുത്തോ. ഇതിപ്പോ എന്തിനാ എടുക്കണ? ഇന്നടാ ദോശ ഫൗളല്ലേ അത്? എന്ത് ഫൗള്? ഞാൻ തൊട്ട ഫൗള്, എനിക്കാ ഫൗള്, അങ്ങോട്ടിരുന്ന ഫൗള്. ഇതിലേക്ക് കൂപ്പൺ എറിഞ്ഞിട്ട് ആ കറി പറ്റിച്ച് അടയാളമാക്കാൻ നോക്കി. ഓ എന്തിനാ എന്റെ പൊന്നുബ്രോ ഓർമ്മ എന്റെ വേറൊരു സാധന ദോശ. സത്യം പറഞ്ഞാൽ ഇതില് ഇത് പോകുന്നതിൽ എനിക്ക് വലിയ സങ്കടം ഇല്ലെങ്കിലും ഇങ്ങനെ ഭയങ്കര സങ്കടമായിരിക്കും. ആദ്യം നമുക്ക് സാധാ ചട്നി നോക്കിട്ട്. ഇതാ മറ്റേ ഹോട്ടലിലല്ലേ? അടിപൊളി. ഇനി കുറച്ച് മസാല കൂടിയിരിക്കും. ഇതെന്താ ഇത്? അന്റാർട്ടിക്കുന്ന കൊണ്ട് വന്നേ ഭയങ്കര തണുപ്പാണല്ലോ. എനിക്ക് കുറച്ച് തെളിവാ. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് തരാം. സെക്കൻഡ് ഹാൻഡ് ഇച്ചിരി ചമ്മന്തി കൊടുക്കാനല്ലേ പറഞ്ഞത്? എനിക്കിനി തന്റെ സെക്കൻഡ് വേണ്ട, വേറെ ഉണ്ട്. ഇതിന് ഭയങ്കര സത്യം വരാണല്ലോ. ഇത് അടുത്തേക്ക് വരുമ്പോഴേ മറ്റേ കൈ ഇങ്ങനെ ഫ്രീസ് ആവുന്നു. ഭയങ്കര തണുപ്പ്. എന്തൊരു വൈറ്റ് ബാഗാണോ എന്റെ പൊന്നോ. ഓസ്ട്രേലിയയിലൊക്കെ വരാണ്. എന്തുവാണ് ഇത്? എന്തെങ്ങനെയാണ് ഇത്ര എക്സ്പെൻസീവ് കിട്ടുന്നത്? എന്ന് എക്സ്പെൻസീവ് ഫുഡാണല്ലോ കിട്ടുന്നത്. ഇങ്ങനെ വലിച്ച് കേട്ടില്ലേ? തനിക്ക് മര്യാദ കിട്ടൂടെ? സത്യം പറഞ്ഞ ഈ ജക്ടർ വന്നു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ ഫുഡൊന്നും കിട്ടാതായി തുടങ്ങിയത്. എന്തൊരു കഷ്ടകാലമാണോ എന്തോ. അത് ഇവിടെ ഉള്ള ആർക്കും ആടത്ത് നോക്കിയാൽ പോലും ഫുഡില്ല. അതെ, ഇവിടെ 5 നേരം കഴിക്കുന്ന ഫുഡ്. എന്നിട്ട് പറയും ഇന്ന് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലെ ഫുഡ് ഐറ്റംസ് ക്രൂ കൊണ്ടുവരും. വരുന്നതിന് മുമ്പേ നമുക്ക് അതിന്റെ സാധനം ഇടാം. ലോട്ടിടാം. ആ ലോട്ട് ഉണ്ടാവും. ഓ ലോട്ട് ആദ്യമേ നമുക്ക് ലോട്ടിടാം. എടുത്തോ. ചീപ്പ് നോക്കിയ നോ ഫുഡ്. വെല്ലം ദൈവം എന്റെ കൂടെ ഉണ്ട്. പണിയാണെങ്കിലും ഇതെവിടുത്തെ ഇതാണ്? അൽഫാമാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അത് ഹോട്ടലിൽ അൽഫാമാണ്. അല്ല പിന്നെ ഇയാളുടെ വീട്ടിലുണ്ടാക്കില്ലോ? അത് എടുത്ത് ഫ്രിഡ്ജിൽ വീട്ടിലുണ്ടാക്കാൻ ബ്രോ എന്റെ നിന്നാണോ നാരങ്ങ എടുത്തപ്പോ? അല്ല, ഇത് ഞാൻ സ്വന്തമായിട്ട് നട്ടോളത്തിയതാ. സങ്കടം വരണ്ടെങ്കിൽ അറിയണം ബ്രോ. ബ്രോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒന്നും കിട്ടാത്തല്ലോ. ഇപ്പൊ ഞാൻ ദൈവത്തോട് നന്ദി പറയുക. എന്തിനാ? നന്ദി ദൈവമേ. നന്ദി ദൈവമേ. നന്ദി ദൈവമേ. എനിക്ക് ഇങ്ങനെ തരാതിരുന്നില്ല. നന്ദി. എന്തൊരു നല്ല മനസ്സാണ് ആ ഭക്തിക്ക്. സത്യത്തിൽ എനിക്ക് ഭയങ്കര നല്ല മനസ്സോ. എന്റെ നല്ല മനസ്സോടാണ് അത്. എനിക്കത് തരുന്നില്ല. എല്ലാം കാണുന്നില്ലേ? അനാവശ്യമായ കളിയാക്കണ കാണുന്നുണ്ടാ. ഞാൻ ഒരാളെ പറ്റി മോശമായിട്ട് ഒന്നും പറയാറില്ല. എടുത്ത് സ്റ്റോറി ആക്കിയാൽ മതി. എനിക്ക് അല്ലല്ല ഇതിനകത്ത് തന്നെ പറഞ്ഞായിരുന്നല്ലോ മറ്റേ കമ്പിനകത്ത് ഉടുപ്പിട്ട് തോലി അത് കുഴപ്പമില്ല. ഇവര് 100 ഇങ്ങോട്ട് പറയുമ്പോ ഞാൻ 1 പറയും. ബ്രോ പറഞ്ഞതില് ഇതൊന്നല്ലോ. ബ്രോ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. നിങ്ങളെ ബേസ് വെച്ച് നോക്കുമ്പോ പിന്നെ കുറവാണല്ലോ പറഞ്ഞത്. ബ്രോ അപ്പൊ പറഞ്ഞില്ലേ? അത് തുണിയിൽ കോലിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിശുദ്ധമായ ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരു ഇറച്ചിയുടെ എല്ല് കൊടുത്തോട്ടെ. നാടൻപട്ടി
ആ അതിനെന്താ ഞാൻ അവിടെ കൊണ്ടുവിടാം, നീ അത് പോയി ചാടി ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോവാ. കൊള്ളാം കേട്ടോ. പറഞ്ഞു കേട്ടാ. വക്രി ബ്രോ എന്തിനാ അങ്ങനെ പട്ടീനെ തുല്യൊക്കെ ഇങ്ങനെ അവനെ ഇത് ഇങ്ങനെ ആക്കുന്നേ? ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ നീ ഇടപെടാൻ ആരാ? ബ്രോ ഫ്രണ്ട്സ് ചോദിക്കും ബ്രോ. ബ്രോ നമ്മളെ ഫ്രണ്ട്സ് ചോദിക്കും ബ്രോ ഇങ്ങനെ ബോഡി ഒരു ചിക്കൻ കാണിക്കാതെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരാന്നറിയോ? പട്ടി. പട്ടി മനുഷ്യന്റെ ഏറ്റവും ഹ്യൂമൻസ് ബെസ്റ്റ് ഫ്രണ്ട് ഡോഗ്. അതറിയില്ല? ഇല്ല. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഞാനല്ലേടോ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ തമിഴ്നാട്ടിൽ പോയപ്പോ പട്ടി ബിരിയാണി എന്തോ കഴിച്ചു, നല്ല അടിപൊളിയായിരുന്നു. ആ പട്ടി ഫ്രണ്ടിനെ താനപ്പോ കൊന്നു തിന്നുവോ? ബിരിയാണി ആക്കി 3 മുട്ടയും പട്ടി ബിരിയാണിയും. വെറുതെ പറയാൻ കേസ് ഇത് അർത്ഥിട്ടുള്ളൂ. അടിയിൽ ആനക്കൊമ്പിന്റെ ലോക്കറ്റുള്ള ആനക്കൊമ്പാടാ എല്ലാം ഉണ്ട് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചലഞ്ച്? സൂപ്പർ ആയിരുന്നു. ഇലക്ട്രോമി അവിടെ ചോദിക്കണ്ടല്ലോ, അവിടെ കിട്ടിയെന്നാ പറയുന്നുള്ളൂ. കാരണം നാലെണ്ണം കിട്ടിയതല്ല, 3-4 ഒന്നും കിട്ടിയിട്ടുണ്ട്. അല്ല 6 3 അവിടെ കിട്ടിയെന്ന് തോന്നുന്നു. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ആക്കല്ലേ, ഞാൻ എനിക്ക് ഇച്ചിരി കൂടെ പറയാണ്ടായിരുന്നു. സോ ഗൈസ്, അത് മാത്രമല്ല നമ്മുടെ ഹൈവെക്സിന്റെ ടീഷർട്ട് ബൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയിട്ട് നിങ്ങൾ അത് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ നമ്മുടെ കമന്റ് സെക്ഷനിലും മതി. പിന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി മെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റീമെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.